ഇന്ദു എം നായർ, MA ലിറ്ററേച്ചർ, BA ഡെൻഫീൽ, എല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ. അല്ല, സിറ്റിയിൽ നിന്ന് വിട്ട് അകലെ പോയി ജോലി നോക്കാൻ പറ്റുമോ? എവിടെയായാലും പോകാൻ സർ, ഒരു ജോലി കിട്ടിയാൽ മതി. ഗുഡ്. ആ, ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോ, ഇറ്റ്സ് ഓക്കെ. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പാർട്ടിയിലെ ചിലർക്കൊക്കെ എന്നെ കുറിച്ച് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പോണം. പോകാൻ വരട്ടെ. നാട് വിടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. വാ, നമുക്ക് ശിവേഷിന്റെ അടുത്ത് പോകാം. ആരാണ് പറഞ്ഞത്? അച്ഛൻ പോയിക്കോളും. പോകാനല്ലേ പറഞ്ഞു. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, അച്ഛനൊന്നും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? പോകാൻ പോകാൻ. എന്തിനാടാ ഇവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആരെങ്കിലും കണ്ടാൽ? മുതലാളി, അത് സുകുമാരനെ അവന്മാര് തട്ടി. ഇവര് കഷ്ടി രക്ഷപ്പെട്ടതാ. ഇനിയും പുറത്തു നിർത്തിയാൽ വേണ്ട. ഇവന്മാരെ കോയമ്പത്തൂരേക്ക് പറഞ്ഞു വിട്ടേര്, നമ്മുടെ ബോട്ടിലിംഗ് സെന്ററിലേക്ക്. അവിടെയാണ് കൂടുതൽ സേഫ്റ്റി. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് ചെയ്യാം. പൊയ്ക്കോ. ശരി.
സുഗുവിനെ കൊന്നത് അവന്റെ പാർട്ടിക്കാരാണെന്ന് എനിക്കുറപ്പുണ്ട്. മുമ്പ് സുഗുണനെയും ചന്ദ്രനെയും കൊന്ന കേസിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവന്റെ പേരിൽ സംശയമുണ്ടെന്ന് ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ സുഗു എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ നമ്മളുമായി നടത്തിയ രഹസ്യബന്ധത്തിലും. എന്താ സാർ ഇതൊക്കെ? അറിയില്ലടാ. ഒരുത്തനെ കുത്തിക്കീറി കൊന്നിട്ട് ചോദിക്കുന്നതാ എവിടെ മറ്റുള്ളവരൊക്കെ? എടി അമ്മണി, അമ്മണി. എന്നാ അമ്മച്ചി? എടി തുറയില് പോലീസ് ഇറങ്ങിയിരിക്കുന്നു. നീ ചാരായ കുപ്പിയൊക്കെ എടുത്ത് അകത്ത് പോയി അതിന്റെ കുപ്പി കൊണ്ട് വന്നോ. എന്താടാ ഇത്? കുടിക്കാനുള്ള വെള്ളം തണുക്കാൻ വേണ്ടി കുഴിച്ചിട്ടതാ. കിണറിൽ വാട്ടർ. ഇങ്ങട് ഇങ്ങോട്ട് വാടാ. അടിക്കരുത് സാറേ. അകത്താരെങ്കിലും ഉണ്ടോടി ഇനി? നിന്റെ മോള് പെണ്ണങ്ങ് വളർന്നു പോയല്ലോടി. കഴിഞ്ഞ ആഴ്ച ഈ തുറയിൽ കമ്മ്യൂണിസ്റ്റുകാരും BSSകാരും തമ്മിൽ ഒരു സംഘടന നടന്നില്ലേ? അതിലൊരു കമ്മ്യൂണിസ്റ്റുകാർ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സത്യം പറ, ഇനി ആരൊക്കെ അവിടെ BSSകാരുള്ളത്? എനിക്കറിയില്ല സാർ. ഞങ്ങൾ ആ സംഘത്തിലൊന്നും പെട്ടവരല്ല സാർ. സംഘത്തിൽപ്പെട്ടവനല്ലെങ്കിൽ താൻ ഇതിനോട് ഓടിയത്? ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത്? അത് പിന്നെ പോലീസുകാരെ കണ്ട എനിക്ക് പേടിയാ. ഓ, പോലീസിനെ പേടിയാണല്ലേ? സർ, ഇവൻ ആ സംഘത്തിൽപ്പെട്ടവനല്ല സർ, നസ്രാണിയാ. ചേച്ചി, ചേച്ചി എന്തടി? ചേട്ടനെ അറസ്റ്റ് ചെയ്തു കൊലക്കുറ്റത്തിന്. എന്റെ കുഞ്ഞ് ഞങ്ങളെ വിട്ടേച്ചു പോയപ്പോ ഗൾഫിലേക്ക് പോകാൻ അയ്യോ എന്റെ മോനെ എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഫോണുണ്ടോ? പിന്നെ വിളിക്കാൻ പറയടോ. സർ, താൻ എവിടെ പോയി കിടക്കായിരുന്നോ? ഞാൻ ആ മർഡർ കേസിൽ പിടിച്ചവരെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ASP ഇവിടെ ഇല്ല സർ. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. വേണ്ട, ഈ കേസ് താൻ ഇനി അന്വേഷിക്കേണ്ട. ASPയോട് പറഞ്ഞേക്ക്. താൻ ഇങ്ങോട്ട് വാ. സർ, റാസ്കൽ കാഴ്വരവൻ. എന്താണ് സർ? ആ നമ്പ്യാരെന്നെ വിളിച്ചതാ. ചേറ്റ പാളയ സ്റ്റേഷൻ എന്റെ കീഴിൽ വെറും PC ആയിരുന്നവനാ നാറി. CMന്റെ കുണ്ടി വാങ്ങി അവനിപ്പ PI. ASPയുടെ പോസ്റ്റും. കഷ്ടപ്പെട്ട് നമ്മള് കേസ് അന്വേഷിക്കുക, പ്രതികളെ പിടിച്ചോണ്ട് വരിക. എന്നിട്ടിപ്പൊ പറയുന്നൊന്നും വേണ്ടെന്ന്. ബാക്കി പറയാൻ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കുക. ASP ഒന്നാ പറഞ്ഞേക്ക്, ഞാൻ അങ്ങോട്ട് കെട്ടിയെടുത്താന്ന്. ശരി സാർ. എന്താ സാർ, എനിക്കൊരു പരാതിയാണെങ്കിൽ എവിടെ കൊടുത്തേക്ക്. എന്താ സർ? ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ അതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. സാറിന് എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞിക്കുട്ടൻ. അതെ സർ, ചെമ്മങ്ങാട് UP സ്കൂളിൽ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വരൂ സാർ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. സാർ ഈ കാണിക്കുന്ന ഒരു സാഹസമാണ്. സ്വന്തം മകനെതിരായിട്ട് തന്നെ. ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. കള്ളക്കടത്ത്, പെൺവാണിഭം, കള്ളനോട്ടടി. ഇതിലെ കുറ്റക്കാരെ പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടല്ല. പ്രതികൾ ഭരണകക്ഷിയിൽപ്പെട്ട ആളാണെങ്കിൽ കേസെടുത്തവൻ പെടും. അവന്റെ തൊപ്പി പോവും. ഇല്ലെങ്കിൽ ട്രാൻസ്ഫറോ സസ്പെൻഷനോ ഉറപ്പ്. ഈ കൊലക്കേസ് തന്നെ തുടർന്ന് അന്വേഷിക്കേണ്ട മോളിൽ നിന്നുള്ള ഉത്തരവ്. അതിനെതിരായിട്ട് ഇവിടെ ആരും പ്രവർത്തിക്കില്ല. അതിനിടയിൽ ഈ സാക്ഷിമൊഴിക്ക് എന്താവില്ല? സ്വന്തം മകനായ ശിവദാസനെ സാർ അംഗീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ആദരപൂർവ്വം നോക്കിക്കാണുന്ന ആയിരങ്ങളുണ്ട് ഇവിടെ. എന്തെങ്കിലും കാരണമില്ലാതെ സഖാവ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രവർത്തനത്തിലില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ. സ്റ്റാലിൻ ശിവദാസനെ ആദരിക്കുന്നവൻ. അതുകൊണ്ട്
ഞാനിത് കൊടുക്കില്ല. അച്ഛൻ സ്റ്റേഷനിൽ പോയിരുന്നല്ലേ? മകനെ കൊലക്കേസിൽ പ്രതിയാക്കിയിട്ട് അച്ഛൻ ആളാവണം. പഴയ സർവോദയനാഥ് അവന്റെ ചീപ്പ് സെൽഫിഷ് മെന്റാലിറ്റി ആൻഡ് ജോബ്. നിർത്തടാ. അറുങ്കൊല നടത്തിയിരുന്ന് രക്ഷപ്പെടുന്ന കരുതണ്ട, അനുഭവിക്കും. ഇല്ല, കൊല്ലാൻ വരുന്നവരെ കൊല്ലണം. കൂടെ നിന്ന് ചതിച്ചവരെ, പാർട്ടിയെ ഒറ്റിക്കൊടുത്തവരെ ശിക്ഷിക്കേണ്ടി വരും. അവരാരായിരുന്നാലും, സ്വന്തം അച്ഛനായിരുന്നാൽ പോലും. ഭീഷണിപ്പെടുത്തുന്നടാ. മേലിൽ ഇത് ആവർത്തിക്കരുത്, സൂക്ഷിച്ചോ. നമ്പ്യാരെ, ഓ, അവന്മാരോട് ഈ കേസ് അന്വേഷിക്കേണ്ടെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? ഉവ്വ. അപ്പോ കസ്റ്റഡിയിലെടുത്ത ജയചന്ദ്രനൊക്കെ അന്വേഷണം നിർത്തിവെച്ചില്ലേ? ഇനി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കസ്റ്റഡിയിലെടുത്തവർ കുറച്ചു ദിവസം റിമാൻഡ് കഴിയട്ടെ. തെറ്റിദ്ധരിക്കരുത്. ഇടതുപക്ഷക്കാരുടെ അക്രമങ്ങളെ നേരിടാൻ അഹിംസയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടിക്കാർക്കാവില്ല. ലീഡർ തെറ്റിദ്ധരിക്കരുത്. ഇടതുപക്ഷക്കാരുടെ അക്രമങ്ങളെ നേരിടാൻ അഹിംസയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടിക്കാർക്കാവില്ല. അതിന് BSS തന്നെ വേണം. തലശ്ശേരിയിലും കണ്ണൂരിലും ആലപ്പുഴയിലും കൊന്നതും ചത്തതും ഒക്കെ അവരല്ലേ? ഈ സംഘത്തെ പിണക്കുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ. വർഗീയ പാർട്ടിയാണെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരും നമ്മളുമായിട്ട് രഹസ്യ ധാരണയിലെത്താൻ ശ്രമിക്കുകയാണ്. അത് ഏതാണ്ട് ശരിയായി വരിക. ആ നിലയ്ക്ക് കസ്റ്റഡിയിലെടുത്തവരെയൊക്കെ തയ്ക്കണം. എന്താണോ നമ്പ്യാർ നിങ്ങളുടെ അഭിപ്രായം? നരേന്ദ്രൻ മുതലാളി പറഞ്ഞതാണ് ശരി. പിന്നെ ജയന്റെ അച്ഛൻ ശ്രീകണ്ഠൻ നായർ നമ്മുടെ കരയോഗത്തിന്റെ പ്രസിഡന്റാണെന്ന് കൂടി ഓർക്കണം. അദ്ദേഹം CM-നെയും കാത്ത് പുറത്തു നിൽപ്പുണ്ട്. ശ്രീകണ്ഠൻ നായർ ധൈര്യമായിട്ട് പൊക്കോളൂ. എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. ഇത് അച്ഛാന്ന് വിളിച്ചോണ്ടായിരിക്കും അല്ലേ? എന്റെ മകൾ പങ്കജത്തിന്റെ കൂട്ടുകാരിയാ, ശ്രീകലാ മേനോൻ.